2021 മോഡലാണ്. 21. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ വളരെ ലോ കിലോമീറ്റർ ആണ്. എത്രയാ? ഇത് 15,000. വെറും 50,000 രൂപയുടെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ ആയിട്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട്. VXI ഉള്ള ആ ഒരു ടയർ പ്രൊഫൈൽ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. MT ഓട്ടോമാറ്റിക് ഡെൽറ്റ 2024 വാറണ്ടി. ഇപ്പോൾ കമ്പനി വാറണ്ടി എത്ര വരെ ഉണ്ട്? കമ്പനി വാറണ്ടി 26 വരെ ഉണ്ടാവില്ലേ മിനിമം? നമ്മൾ കൊടുക്കുന്ന 2 ഇയർ വാറണ്ടി എക്സ്ട്രാ. 2017 ഡീസൽ ആൽഫ ഏറ്റവും ടോപ്പിന് നമ്മൾ ഇതുവരെ കണ്ട ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ഓക്കെ. വെറും 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന കുറേ അടിപൊളി വാഹനങ്ങൾ, അതും വാറണ്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാറുകളുമായിട്ട് 2025 ഏറ്റവും പുതിയ സ്റ്റോക്കുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കാർ ആൻഡ് ബൈക്ക് കോഴിക്കോട് ഫറൂഖിലുള്ള കാർ ആൻഡ് ബൈക്ക് സെലക്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. എന്താ പേരെന്താ? ഈ മാസം പുതുവർഷമാണ്. എന്തെങ്കിലും നിങ്ങളുടെ സ്കീമോ കാര്യങ്ങളോ എന്തെങ്കിലും പോകുന്നുണ്ടോ പുതിയ? എല്ലാ വേരിയൻസും അവൈലബിൾ ആണ്. പിന്നെ 2018 ശേഷമുള്ള വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയർ. ഓക്കെ. RSA എല്ലാം ഉണ്ടല്ലേ? കാരണം ബൈക്കിനെ പറ്റി നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഫറൂഖ് എവിടെയായിട്ട്? ഫറൂഖ് ചുങ്കം അല്ലേ? ഓക്കെ. നമ്മുടെ രാമനാട്ടുകാരെ കഴിഞ്ഞ് കോഴിക്കോട് പോകും. ഓക്കെ. ഓക്കെ. അപ്പോൾ സ്റ്റോക്ക് ഡീറ്റെയിൽ കാണാം. ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ കുറച്ച് വണ്ടികൾ സെലക്ട് ചെയ്ത് കാണിക്കാറുണ്ട്. എന്തായാലും എല്ലാ സെഗ്മെൻറ്റും തന്നെ ഹാച്ച് ബാക്ക് ഓട്ടോമാറ്റിക് എല്ലാം വരുന്നില്ല? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറന്നു വേണ്ട, ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ വാറണ്ടിയാണ് ഏറ്റവും മെയിൻ ഇവരുടെ. നമുക്ക് ധൈര്യമായിട്ട് കാർ എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം ഒരു റെഡ് i20 ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? സ്റ്റിക്കർ ചെയ്താണ്. KL 71 പേരാമ്പ്ര രജിസ്ട്രേഷൻ, 77 പേരാമ്പ്ര രജിസ്ട്രേഷനാണ്. കോഴിക്കോട് ഇല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഡ്യുവൽ ടോണിൽ വരുന്നൊരു കളറാണിത്. ഓക്കെ. നമുക്ക് ഇതിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന്റെ ഒരു മെയിൻ ക്വാളിറ്റി. 2018 മോഡലാണ് വരുന്നത്. വളരെ ലോ കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര? ഇത് 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 26,000. 18 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളം, 6 വർഷം ആവുന്നു. വളരെ ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ആസ്റ്റ ടോപ്പിൻ്റെ തൊട്ട് താഴെ ആസ്റ്റ ഓപ്ഷനിലുണ്ട്. അതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ 6 എയർ ബാഗിൻ്റെ എണ്ണം 2 ആവും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഡയമണ്ട് കട്ട് അലോയ്സ്, പ്രൊജക്ട്, അതെ അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് വരും. അതേപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പെട്രോളല്ലേ? പെട്രോൾ. ഒരു 11 to 15 റേഞ്ച് മൈലേജും കിട്ടും. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ വണ്ടിയിൽ റീപ്ലേസ്മെന്റോ ക്ലെയിമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ i20 ആണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇപ്പോൾ? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5.25 നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. ഫൈനൽ റേറ്റ് അല്ലേ? ഫൈനൽ റേറ്റ് ആണ് 5,25,000 രൂപയ്ക്ക് 2018 ആസ്റ്റ പെട്രോൾ ലോ കിലോമീറ്റർ വെറും 28,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഓക്കെ. ഫുൾ ഓൺ കിട്ടും? ഫുൾ ലോൺ. ഇതിനൊക്കെ നമുക്കൊരു 90% അബവ് ലോൺ കിട്ടും. പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ ട്രാക്ക് നോക്കി ചെയ്യാൻ പറ്റും. 2 ഇയർ വാറണ്ടി വരും. 2 ഇയർ വാറണ്ടി. RSA റോഡ് സൈഡ് അസിസ്റ്റ്. എവിടെ വെച്ച് പെട്രോൾ തീർന്ന് വഴിപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അതിനുള്ള സഹായത്തിന് ആളെത്തും അല്ലേ? അതാണ് ഗുണം. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. 5,25,000. അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ ആണ് അടുത്ത വാഹനം. KL 73 രജിസ്ട്രേഷൻ വരുന്നത്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് നമുക്ക് 2018 മോഡലാണ്. ഇത് കിലോമീറ്റർ 42,000. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുള്ളാണോ? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. എക്സെറ്റ് ആണ്. അന്ന് പ്ലസ് വരുന്നില്ല. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പിന്നെ ഇതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. ഒരു 14-17 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ട് ഇതിൽ? ഇല്ല, ഇതിൽ ക്ലെയിമും റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ വാഹനം എത്ര കൊടുക്കുക? നമുക്ക് ലാസ്റ്റ് ഒരു 4 lakh കിട്ടുകയാണെങ്കിൽ 4 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 2 വർഷം വാറണ്ടി, RSA എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഫുൾ ഓൺ കിട്ടോ? ഇത് ഫുൾ ഓൺ കിട്ടാൻ ചാൻസ്? 90%. അടുത്തത് ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. മാരുതി സുസുക്കിയുടെ S-Cross KL 12 വയനാട് വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? 2017 മോഡലാണ് ഇത് വരുന്നത്. സീറ്റ ഓപ്ഷൻ ആണ്. സീറ്റ ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. വലിയ മാറ്റങ്ങളില്ല. അലോയ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ടോ. പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാം വരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പുതിയ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് വരുന്നത്. 17 മോഡലല്ലേ? ഡീസലല്ലേ? ഡീസൽ വാഹനം. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മതി അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻറ്റാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഇത് 1,25,000 ഓടിയിട്ടുണ്ട്.
1,25,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 2017 ഡീസൽ വണ്ടിയാണ്. അതിൻ്റെ ഓട്ടം എന്തായാലും പോയിട്ട് സർവീസ് ഒക്കെ പക്കയാണോ? അതെ, സർവീസ് എല്ലാം പക്കയാണ്. പിന്നെ നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, 1 ഇയർ വാറണ്ടി. ആ ഒരു ഓട്ടം കൊണ്ടായിരിക്കും അല്ലേ 1 ഇയർ ആക്കിയത്? പിന്നെ 2017 മോഡലാണ്. ഓക്കെ ഇയർ കുറച്ച് പുറകോട്ടായില്ല. ഓക്കെ, 7 വർഷത്തിൻ്റെ മുകളിലായി. ഓക്കെ, 1 ഇയർ വാറണ്ടിയിൽ ലഭിക്കുന്ന ഒരു ഡീസൽ എസ്-ക്രോസ് ആണ്. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് 6,25,000 ആണ് പറയുന്നത്. നെഗോഷ്യബിൾ ആണ്, സംസാരിക്കും. ഓക്കെ, 6,25,000 സീറ്റ ഡീസൽ 2017 1.25 ഓട്ടം. ഒരു 550 എബോവ് ലോൺ ഉണ്ടാവില്ലേ? 550 കിട്ടും. അടുത്തതാ ഒരു EV ആണ്. ടാറ്റ നെക്സോൺ KL 65 രജിസ്ട്രേഷൻ. ഇതിന്റെ റേഞ്ച് എത്രയാണ് വരുന്നത് കമ്പനി പറയുന്നത്? 360. ഓക്കെ, നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 50 കിലോമീറ്ററോളം റൺ ചെയ്തിട്ടുണ്ട്. ഏതാ മോഡൽ? 2021 എക്സെറ്റ് പ്ലസ് അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിമും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കമ്പനി വാറണ്ടി കൊടുക്കുന്നത് മോട്ടറിന്റെ ഇതിനൊക്കെ. കറക്റ്റ് അറിയില്ല. നിങ്ങളുടെ വാറണ്ടി എന്തായാലും? നമ്മുടെ വാറണ്ടി എന്തായാലും 2 ഇയർ ഉണ്ടാവും. 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? വേറെ ക്ലെയിം ഒന്നുമില്ല. എത്ര കൊടുക്കാത്? നമുക്കൊരു 10 lakh ആണ്. 10 lakh എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് EV ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മെയിൻ്റനൻസ് സൈഡ് ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല, സാറിന് ഇതാണ്. ഓക്കെ, വേറെ അടിപൊളി റെഡ് സ്വിഫ്റ്റ് വന്നു. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഏത് ഓപ്ഷൻ? VXI ആണ്. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. പക്ഷേ അഡീഷണൽ ഇവർ അലോയ്സ്, അതേപോലെ തന്നെ ടയറിൻ്റെ പ്രൊഫൈൽ വേറൊരു ടയറാണ് ഇട്ടേക്കുന്നത്, 4 ടയേഴ്സ്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ട്. അഡീഷണൽ അലോയ്സും കയറ്റിയിട്ടുണ്ട്. ഓക്കെ, എത്ര ഓട്ടം പോയി? റൺ ചെയ്തത് 52,000 കിലോമീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? 2018 VXI. എത്ര കൊടുക്കാൻ ഇത്? എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഒരു 5.50 കൊടുക്കാം. 5 ലക്ഷം നെഗോഷ്യബിൾ ആണ്. പിന്നെ നല്ല സ്റ്റൈലിഷ് കളറും കാര്യങ്ങളൊക്കെയാണ്. 5,50,000 രൂപ. ഒരു 5 lakh ലോൺ കിട്ടും. 5 lakh ലോൺ. വെറും 50,000 രൂപ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ ആയിട്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട്. VXI ഉള്ള ആ ഒരു ടയർ പ്രൊഫൈൽ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്ത ഒരു വാഹനമാണ്. 50,000 രൂപ ഇറക്കാൻ പറ്റും. 5 ലക്ഷം ചോദ്യം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം റിനോ ഡസ്റ്റർ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ് വരുന്നത്. ഇതിന് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 2019 മോഡൽ. ഏതാണ് ലാസ്റ്റിൽ ഇറങ്ങിയ ഷേപ്പാണ്? ഏത് ഓപ്ഷൻ വരുന്നത്? ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് ഇതേതാ? 85 ആണോ? 85 PS വരുന്ന ഡീസൽ. അതെ, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. പിന്നെ 110 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ്റനൻസും വളരെ ചീപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 19 മോഡൽ അല്ലേ? RXZ 85 7,75,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് എന്തായാലും 90% കിട്ടും. കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ടയേഴ്സ് ഒക്കെ ഏവറേജ് ആണ്. ഒന്ന് മാറാനായിട്ടുണ്ട് അല്ലേ? മാറാനായിട്ടുണ്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട ജാസ് ആണ് അടുത്ത വാഹനം. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്. മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് നമുക്ക് 2019 മോഡലാണ്. ഓക്കെ, VX CVT ആണ് ഓപ്ഷൻ വരുന്നത്. VX ഫുൾ ഓപ്ഷൻ CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു പവർ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വാഹനം. പെട്രോളാണ് വരിക. മൈലേജ് CVT ആയതുകൊണ്ട് കുറച്ച് കുറയും. ഒരു 11 to 14-15 വരെയൊക്കെ മാക്സിമം മൈലേജ് കണ്ടാൽ മതി. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ IV ടെക് അല്ലേ? ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓട്ടം എത്ര പോയി? ഓട്ടം 78,000 കിലോമീറ്റർ ഓടി. 78,000 2019 CVT. ഓക്കെ, ഹോണ്ട എഞ്ചിനാണ്. വലിയ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും ബാക്കിയുള്ള ഇതിന് മോഡൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത്? എത്ര കൊടുക്കാൻ പറ്റും? 7,20,000 ഓട്ടോമാറ്റിക് CVT ഫുൾ ഓപ്ഷൻ VX 2019 ജാസ് ആണ്. 7,20 ചോദിക്കുന്നു. ഫൈനലാണോ നമ്മൾ പറയുന്ന വിലകളും? എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 6 വാറണ്ടി വരുന്നുണ്ട്. പ്യൂർ വാറണ്ടി RS എല്ലാം ഉണ്ട്. ഒരു 6,50,000 ഒക്കെ ലോൺ കിട്ടും. 6,50,000 എന്തായാലും ലോൺ കിട്ടും. നമ്മളെല്ലാ ഫിനാൻസും ചെയ്യുന്നുണ്ട്. ഓക്കെ, മാരുതി സുസുക്കി ഫ്രോങ്സ് എങ്ങനെയാ? 2024 മോഡലാണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. 22,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്.
24 22,000 ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡെൽറ്റ. സെക്കൻഡ് ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് അല്ലേ? MT അല്ലേ വരുന്നത്? അതെ അതെ MT ആണ്. MT ഓട്ടോമാറ്റിക് ഡെൽറ്റ 2024. വാറണ്ടി ഇപ്പോൾ കമ്പനി വാറണ്ടി എത്ര വരെ ഉണ്ട്? കമ്പനി വാറണ്ടി 26 വരെ ഉണ്ടാവില്ലേ മിനിമം? നമ്മൾ കൊടുക്കുന്ന 2 ഇയർ വാറണ്ടി എക്സ്ട്രാ മതി. ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ഓക്കെ ടയേഴ്സൊക്കെ ഏകദേശം ആ ഒരു ഓട്ടത്തിൻ്റെ ബാലൻസ് ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ പ്രത്യേകിച്ച്? ഇതിൽ വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്. ഫ്രോക്സിന് എങ്ങനെ മൈലേജ് അറിയോ? 22 ഒക്കെ കമ്പനി പറയുന്നുണ്ട്. കമ്പനി പറയാൻ നോക്കണ്ട, നമുക്ക് എന്തായാലും അവൈലബിൾ ആയി. 20 എനിക്ക് തോന്നുന്നില്ല, കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. നോർമലി വെച്ച് നോക്കുമ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, മാരുതി ആയതുകൊണ്ട് ഒരു 14 ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. 17 വരെയൊക്കെ 17 18 അറിയുന്നവർ ഫ്രോങ്സ് ഓടിച്ച് ഓട്ടോമാറ്റിക് ഓടിച്ച് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം കറക്റ്റ് എത്ര കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 9 lakh 9 ലക്ഷത്തിന് 2024 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഡെൽറ്റ ഓട്ടോമാറ്റിക് ഫ്രോങ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാക്സിമം ലോൺ കയറും അല്ലേ? അടുത്തതാ ന്യൂ ഷേപ്പ് i20 KL 85. ഇവിടെ തന്നെയല്ലേ? ഫറൂഖ് അല്ലേ? ഫറൂഖ് രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. 2021. ഓക്കെ, സ്പോർട്സ് ആണ്. ഓക്കെ, ടോപ്പിന്റെ താഴെയാണ്. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല, പക്ഷേ അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പാണ് വണ്ടിയിലുണ്ടാവുക. ഓക്കെ, പറഞ്ഞോളൂ. ഇതൊരു 32,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. നോർമൽ ഓട്ടല്ല, പെട്രോൾ വണ്ടിയുടെ നോർമൽ ഓട്ടാണ്. പിന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ 2 ഡോർ റീപ്ലേസ്മെന്റ് ആണ്. ഏതൊക്കെയാണ് മാറിയത്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും 2 സൈഡിലായിട്ടാണ് മാറിയിരിക്കുന്നത്. രണ്ട് ടൈമിലാണ്. ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ബാക്കി ജെന്യുവൻ കിലോമീറ്ററും കാര്യങ്ങളും സർവീസ് ഒക്കെ പക്കാണ്. ഓക്കെ, ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ഫസ്റ്റ് 2021 32,000 കിലോമീറ്റർ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും മാറിയത് ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഒരു 6,25,000. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. വാറണ്ടി കൊടുക്കണ്ടോ നിങ്ങൾ? വാറണ്ടി 2 ഇയർ വാറണ്ടി. വാറണ്ടിന്റെ കാര്യം 2 ഇയർ ഉണ്ട്. ഓക്കെ, RS എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്തായാലും ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡോർ മാറിയത്, ഗ്ലാസ് മാറിയിട്ടുണ്ടോ അതോ ഡോർ മാത്രം? ഓൺലി ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ. സ്ക്രാച്ച് വല്ലതായിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. രണ്ടാമത്തെ എസ്ക്രോസ് ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. നേരത്തെ കണ്ടോ പറയാനുള്ളത്? അതെ, രണ്ടും സെയിം മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതെ, ഇതൊരു 60 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. 60,000. അതെ, പെട്രോൾ സോറി ഡീസൽ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യമൊക്കെ കിട്ടും. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ചെറിയ സ്പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ഡീസൽ വണ്ടീൻ്റെ ഓട്ടം വെച്ച് നോക്കുമ്പോൾ കുറവാണ് കേട്ടോ, കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെയിം റേറ്റാ? അല്ല, നമ്മൾ ഇതിന് 5,60,000 രൂപയ്ക്ക് 2017 ഏത് ഓപ്ഷൻ വരുന്നത്? ഡെൽറ്റ ആണ് അല്ലേ? ഓക്കെ, ഡെൽറ്റ എസ് ക്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം 5,60,000. മറ്റേ ഓപ്ഷൻ കൂടുതലാണ് തോന്നുന്നു അല്ലേ? നേരത്തെ കണ്ടത് സീറ്റ് ആണല്ലേ? ഓക്കെ, ആ ഒരു വില വ്യത്യാസമാണ് വന്നത്. 5 lakh ലോൺ കിട്ടൂല? പോളോ വന്നു. KL 41. എവിടെയാണെന്നറിയോ? ആലുവ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. 21. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ ലോ കിലോമീറ്റർ ആണ്. എത്രയാ? ഇത് 15,000. 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 21 മോഡലിൽ. ഏതാണ്? ടർബോ ആണോ അതോ MPI ആണോ? ടർബോ 1 ലിറ്റർ ടർബോ ആണ്. പവർഫുൾ ആയിരിക്കും, അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. മാനുവൽ. പിന്നെ GT ആണ് വരുന്നത്. അത് മാറി, സെഗ്മെന്റ് മാറി. വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല? ഇതിൽ ക്ലെയിമും കാര്യങ്ങളും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വെറും 15,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതിനുള്ള ടയേഴ്സും കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 7,85 ആണ്. 7,85,000 രൂപ. 1 ലിറ്റർ ടർബോ 15,000 കിലോമീറ്റർ ഓടി 2021 സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഒരു ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. എന്താ പറയുക, വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ഒന്നുകൂടി നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ഇല്ല, ഇതിനെന്താ 90% അബവ് ലോൺ കിട്ടും. ഓക്കെ, ഇന്നത്തെ മൂന്നാമത്തെ എസ്ക്രോസ് ആണ്. KL 71 രജിസ്ട്രേഷൻ വാഹനം. ഒരു ഗ്രേ കളർ വണ്ടി. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 മോഡലാണ്. ഡീസലാണ്. ഡീസൽ തന്നെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആൽഫ ആണ് ഇത് വരുന്നത്. ആൽഫ. ഓക്കെ, എത്രയാണ് വില വരുന്നത്? 6,3,7 എത്രയാ? ഇല്ല, ഇത് നമുക്ക് 7,20 ആണ് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് ഒരു 7 ഒക്കെ ചെയ്യാൻ പറ്റും. 7 ലക്ഷത്തിന് ഫൈനൽ റേറ്റിൽ ചെയ്യാൻ പറ്റും. 2017 ഡീസൽ ആൽഫ ഏറ്റവും ടോപ്പിന് നമ്മൾ ഇതുവരെ കണ്ട ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ഓക്കെ,
സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും, ബാക്കിയൊക്കെ സെയിം ആണ്. ലോൺ എത്ര കിട്ടും? 6 കിട്ടും. ലോൺ എന്തായാലും നമുക്കൊരു 6 അല്ല, ഒരു 6.5 6.5. ഓക്കെ, നോക്കിയിട്ട് ചെയ്യാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ബലെനോ KL 71 രജിസ്ട്രേഷൻ ആണ്, നിലമ്പൂർ വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17 സിംഗിൾ ഓണർഷിപ്പ്. ഏത് ഓപ്ഷൻ? ഇത് ഡെൽറ്റ. സെക്കൻഡ് ഓപ്ഷനാണ്. AC പോസ്റ്റർ, ഫോളോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. എത്ര ഓട്ടം പോയി? ഇത് 65 സംതിങ് ഓടി. 65,000 ഓടി ഉണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ലാസ്റ്റ് നമുക്കൊരു 5.50 കൊടുക്കാം. ഇതിന് വാറണ്ടി ഉണ്ടോ? നെഗോഷ്യബിൾ ആണ്. വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയിൽ 5,50,000 രൂപയ്ക്ക് 2017 ഡെൽറ്റ ബലെനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാക്സിമം ലോൺ ഉണ്ടോ? 5 ലാഖ് ലോൺ ഉണ്ടോ? നെക്സ്റ്റ് ഇയർ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഈ ഇയർ ഉണ്ടല്ലോ. 5 ലാഖ് ലോൺ കിട്ടും. 5 ലാഖ് ലോൺ കിട്ടും. ഓക്കെ, 50,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമ്മളെന്തായാലും മൈൻഡപ്പ് ചെയ്യണമല്ലേ. ലാസ്റ്റ് വണ്ടിയായിരുന്നു. ഇനിയും വേറെ സ്റ്റോക്കുകളുണ്ട് ഇവിടെ. എന്താ പറയുക, നമുക്ക് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റോക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ, അതായത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. താങ്ക് യു. ബൈ.